friends, welcome back to our channel A Pinch of Love by Lakshmi. സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഒരു ഒറ്റ ഇൻഗ്രീഡിയന്റ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാട്ടോ. പക്ഷേ നമുക്ക് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസർ പോലെയാണ്. നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സ് സീഡാണ്. ചണവിത്ത് എന്ന് മലയാളത്തിൽ പറയും. സോ ചണവിത്തിൻ്റെ ജെല്ലുണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർത്തിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഒരു ജെൽ പോലെ അല്ലെങ്കിൽ കൊഴുകൊഴുത്ത പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ഒരു വെള്ളം ചൂടാറാൻ വയ്ക്കുന്നതാണ്. ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്ത് നമുക്ക് ആ ഒരു വെള്ളം അരിച്ച് എടുക്കാവുന്നതാണ്. നല്ലൊരു ജെൽ ഫോമിലായിരിക്കും ഈ ഒരു വെള്ളം വരുന്നത്. ഈ ഒരു ജെല്ല് റൂം ടെമ്പറേച്ചറിൽ ഒരു 4 to 5 ഡേയ്സ് ഇരിക്കുന്നതാണ്. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 1.5-2 ആഴ്ച വരെ ഇരിക്കും. ഫ്ലാക്സ് സീഡ്സിൽ omega-3 ഫാറ്റി ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ബോഡിക്കും വളരെ നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ബോഡി കിട്ടാനായിട്ട് നമുക്ക് ഈ ഫ്ലാക്സ് സീഡ്സ് സ്നാക്സിലും സലാഡ്സിലൊക്കെ ഇട്ട് കഴിക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു ജെല്ല് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലും ഹെയറിനും എല്ലാം വളരെ നല്ലതാണ്. ഇനി ഈ ജെല്ല് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊരു കാണിച്ചു തരാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ജെല്ലെടുത്ത് നമ്മുടെ ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, സൺ ഡാമേജ്, ഡാർക്ക് സർക്കിൾസ് ഇതെല്ലാം മാറാൻ ഇത് വളരെയധികം സഹായിക്കും. കൂടാതെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. കൂടാതെ ഓയിലി സ്കിന്നുകാർക്ക് നമ്മുടെ ഫേസിലുള്ള എക്സ്ട്രാ സെബം പ്രൊട്ടക്ഷൻ ബ്ലോക്ക് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. ഫേസിൽ നന്നായിട്ട് പുരട്ടിയ ശേഷം ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്യുക. ഇത് ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാനായിട്ട് സഹായിക്കും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേസ് വലിയുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്സാർക്കും ചേരുന്ന ഒരു ജെല്ലാണ് ഫ്ലാക്സീഡ് ജെൽ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ നല്ല തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ നമുക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഈ ഫ്ലാക്സീഡ് ജെല്ല്. നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ 2 ആഴ്ചത്തോളമൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. സോ ഡെയിലി നമ്മുടെ ഫേസിൽ നല്ല തണുത്ത ഫ്ലാക്സീഡ് ജെല്ല് പുരട്ടാണെങ്കിൽ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആവുകയും അതുപോലെ തന്നെ നല്ല സ്മൂത്തും മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനും ഇത് വളരെയധികം സഹായിക്കും. സോ നിങ്ങൾ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും എല്ലാം താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.